ബീഹാറിൽ ഇന്ത്യ മുന്നണി 22 സീറ്റുകളാണ് ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നത്. എക്സിറ്റ് പോളുകൾ പ്രകാരം പരമാവധി 10 സീറ്റുകൾ വരെ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുകയുള്ളൂ. 22 ആണോ ശരി, 10 ആണോ ശരി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എം വി നികേഷ് കുമാറിലേക്ക്. എം വി നികേഷ് കുമാർ, ബീഹാറിൽ 40 സീറ്റുകൾ, അതിൽ പകുതിയിലധികം സീറ്റുകൾ കിട്ടുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ അവകാശവാദം. റിയലിസ്റ്റിക് ആണോ അത്? റിയലിസ്റ്റിക് ആണ്, പക്ഷെ ഞാൻ അത്രയും കൊടുക്കില്ല. ഞാൻ എൻ്റെ ഫൈനൽ ടാലിയിലേക്ക് വരാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ വഞ്ചനയാണ്, ചതിയാണ്. ഒരു മുന്നണി നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂപീകരിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുക, മാത്രമല്ല അത് തുടർന്നാൽ ഈ രാജ്യത്ത് ഭരണഘടന തന്നെ ഇല്ലാതാകും എന്ന് പറയുക. അതുകൊണ്ട് എല്ലാവരും യോജിക്കണം എന്ന നിലപാടെടുക്കുക, എന്നിട്ട് വഴിയിൽ വെച്ച് NDAയിലേക്ക് തിരികെ പോവുക. അതാണ് ചതി. അതേസമയം തന്നെ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലാലു പ്രസാദ് യാദവിൻ്റെ നിഴലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു തേജസ്വി യാദവ് എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നരേന്ദ്രമോദി, അമിത്ഷാ, നിതീഷ് കുമാർ, അങ്ങനെ വരാവുന്ന എല്ലാ നേതാക്കളുടെയും സംയുക്ത ആക്രമണത്തെ മഹാഭാരതത്തിൽ എങ്ങനെയാണോ അർജുനൻ തടുത്തത്, ആ നിലയിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ തേജസ്വി യാദവ് തൻ്റെ നേതൃപാടവം തെളിയിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് 250 സ്പൈൻ ഇഞ്ചുറിയുള്ള ആളാണ് കേട്ടോ ഈ തേജസ്വി യാദവ് എന്ന് പറയുന്നത്. 251 റാലികളാണ് നടത്തിയത് 57 ദിവസം കൊണ്ട്. മാത്രമല്ല 92 യോഗങ്ങൾ, 160 മാധ്യമ സമ്മേളനങ്ങൾ, അങ്ങനെ അതിശക്തമായിട്ടുള്ള പോരാട്ടം, ഒറ്റയ്ക്ക് നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് തേജസ്വി യാദവ് നടത്തിയിട്ടുള്ളത്. തും മുझे വോട്ട് ദോ मैं तुम्हें നൗക്കരി ദൂങ്ക എന്നുള്ളതായിരുന്നു തേജസ്വി യാദവിൻ്റെ മുദ്രാവാക്യം. അഗ്നിവീർ അടക്കമുള്ള വിഷയങ്ങൾ നമുക്കറിയാവുന്നതുപോലെ CSDSൻ്റെയും ലോക്നീതിയുടെയും പ്രീപോൾ സർവേ അനുസരിച്ച് ഈ രാജ്യമെമ്പാടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവർ കണ്ടെത്തിയിട്ടുള്ളത് തൊഴിലില്ലായ്മയാണ്. അത് ബീഹാറിൽ കുറെ കൂടി പ്രസക്തവുമാണ്. ബീഹാറിൽ വലിയ നിലയിൽ തൊഴിലില്ലായ്മയുണ്ട്. 29% പേരാണ് തൊഴിലില്ലായ്മ മുഖ്യ വിഷയമാണെന്ന് CSDS ലോക്നീതി സർവേയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഗ്നിവീർ അടക്കമുള്ള വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി ബീഹാർ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഈ വിഷയങ്ങൾ, അതായത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാന ചർച്ചയായി വന്ന സമയത്താണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മട്ടൻ, മച്ച്ലി, മംഗളസൂത്ര, മുജ്രയൊക്കെ, അതായത് 4M കൊണ്ടുവന്ന് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അതുപോലെ കാസ്റ്റ് സെൻസസ് അതീവ നിർണായകമാണ് ബീഹാറിൽ. കാരണം മണ്ഡൽ പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ പട്നയാണ്, ബീഹാറാണ്. നമ്മൾ കണ്ടാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനായി, ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനായി രഥയാത്ര നടത്തുന്ന സമയത്ത് അത് തടയപ്പെട്ടിട്ടുള്ളത് ബീഹാറിലാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെയും നല്ല രീതിയിൽ ചരിത്രപരമായ പ്രാധാന്യം കൂടി ബീഹാറിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാസ്റ്റ് സെൻസസ് വേണമെന്നുള്ള ആവശ്യം ഉയർത്തിയിരിക്കുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ, തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ഇന്ത്യ ബ്ലോക്കിന് വോട്ട് നൽകണം എന്നുള്ള തേജസ്വി യാദവിൻ്റെ ആഹ്വാനം ഒരു പരിധിവരെ വോട്ടർമാർ കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ RJDയെ സംബന്ധിച്ചിടത്തോളം MY ഫാക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. മുസ്ലിം യാദവ് ഫാക്ടറാണെങ്കിൽ ഇപ്പോൾ MY+ ബാപ്പ്, അതായത് ബഹുജൻ, ആഗ്ര, ആദിബ്, ആബാദി, ദരിദ്രർ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുള്ള വലിയൊരു മുന്നണിയായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല സാധാരണഗതിയിൽ യാദവ്മാർക്കും മുസ്ലിം സ്ഥാനാർത്ഥികൾക്കും മാത്രമായിരുന്നു ഇടം കിട്ടിയിരുന്നത് എങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു സമുദായമായിട്ടുള്ള കുശ്വാഹ എന്ന വിഭാഗത്തിന് CPMൻ്റെ ഖഗരിയ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അടക്കം കുശ്വാഹ സമുദായത്തിൽ നിന്ന് 7 പേർക്കാണ് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വനിതകൾക്ക് ഇന്ത്യ ബ്ലോക്ക് 7 പേരെ വനിതകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ NDA ആർക്കും ഒരു വനിതയ്ക്ക് പോലും സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ബീഹാറിൽ പക്ഷേ എനിക്കറിയാം 20 മുകളിൽ സീറ്റുകൾ ഇന്ത്യ ബ്ലോക്കിന് കിട്ടുമെന്ന്. ഞാൻ മോഡറേറ്റായി 15 മാത്രമേ കൊടുക്കുന്നുള്ളൂ.